ADC സ്പെസിഫിക്കേഷനിൽ നമ്മൾ ക്വാണ്ടൈസേഷൻ എറർ വരെയുള്ളത് ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തതാണ് ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്ന എറർ. ഈ ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഡാക്കിൽ പഠിച്ചതിൻ്റെ സെയിം തന്നെയാണ് ADCയുടെ കേസിലും. അന്നേരം നമുക്ക് പറയാം, ഫോർ ADC ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ കോഡ് വിഡ്ത്ത് ഓഫ് ദ നോൺ ഐഡിയൽ കൺവെർട്ടർ ആൻഡ് ദ ഐഡിയൽ കേസ്. അന്നേരം കോഡ് വിഡ്ത്തിൻ്റെ നോൺ ഐഡിയൽ കേസിൻ്റെയും ഐഡിയൽ കേസിലുമുള്ള കോഡ് വിഡ്ത്തിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഈ ഫിഗറിൽ ഇത് നോക്കാം, ടെക്സ്റ്റ് ബുക്ക് നോക്കാം. അന്നേരം ഈ ഫിഗറിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് എന്താണ്, നേരത്തെ അതേപോലെ ഒരു സ്റ്റെയർ കേസാണ്. പിന്നെ ഇവിടെ കോഡ് വിഡ്ത്തിന് വ്യത്യാസം വരുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, കോഡിൻ്റെ വിഡ്ത്തിന് വ്യത്യാസം വരുത്തിയാണ് കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വ്യത്യാസം വരുത്തി ഇത് വരച്ചിരിക്കുന്നത്. ഇനി ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതുപോലെ തന്നെ ക്വാണ്ടൈസേഷൻ എറർ കണ്ടുപിടിച്ച് വരച്ചിരിക്കുകയാണ്. ക്വാണ്ടൈസേഷൻ എറർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് മനസ്സിലായല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ക്വാണ്ടൈസേഷൻ എറർ കണ്ടുപിടിക്കുന്നത് നമ്മൾ ഏതിനകത്തുനിന്ന്, ഈ ഇൻപുട്ടിൽ നിന്ന്, ഡോട്ടഡ് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഇൻപുട്ടിൽ നിന്ന് ഈ വാല്യൂ എന്ന് വെച്ചാൽ സ്റ്റെയർ കേസിൻ്റെ വാല്യൂ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്വാണ്ടൈസേഷൻ എറർ കിട്ടും. അന്നേരം ഈ ഒരു പോയിൻറ്റിലെ ക്വാണ്ടൈസേഷൻ എറർ എന്ന് വെച്ചാൽ എന്താണ്, ഈ ഇൻപുട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഇൻപുട്ട് വാല്യൂവിൽ നിന്ന് ഏത് കുറയ്ക്കുക, ഈ സ്റ്റെയർ കേസ് വാല്യൂ കുറയ്ക്കുക. സ്റ്റെയർ കേസ് വാല്യൂ കുറയ്ക്കുമ്പോൾ എന്താ, ഇതേപോലെ ലീനിയറായിട്ട് ഇൻക്രീസ് ചെയ്യുന്നതായിട്ട് കാണാം. ഇനി ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ഏതും രണ്ട് ഈക്വലായി, ഈ ഇൻപുട്ടും ഈ സ്റ്റെയർ കേസിൻ്റെ വാല്യൂയും ഈക്വലായി. പിന്നെ സ്റ്റെയർ കേസ് പെട്ടെന്ന് 0.5 മാറി. അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മൾ പെട്ടെന്ന് എന്താണ്, ഇൻപുട്ടെന്ന് പറയുന്ന ഈ വാല്യൂവിൽ നിന്ന് നമ്മൾ എന്താണ്, ഈ സ്റ്റെയർ കേസിൻ്റെ വാല്യൂ കുറയ്ക്കുമ്പോൾ എന്ന് വെച്ചാൽ 0.5 നിന്ന് നമ്മൾ 1 കുറച്ച് നമുക്ക് എന്ത് കിട്ടും, -0.5 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ കിട്ടിയായിട്ട് കാണാൻ പറ്റും. അതേപോലെ ബാക്കി എല്ലാം ചേർത്താണ് നമ്മൾ ഏത് വരച്ചിരിക്കുന്നത്, ഈ ക്വാണ്ടൈസേഷൻ എറർ വരച്ചിരിക്കുന്നത്. ഈ ഫിഗർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ക്വാണ്ടൈസേഷൻ എററിൽ നമ്മൾ എങ്ങനെയാണ് വരച്ചത് അതേപോലെ ഈ ഒരു കേസിൽ കോഡിൻ്റെ ബിറ്റ് വിഡ്ത്ത് നമ്മൾ ഡിഫർ ചെയ്ത് വരച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ക്വാണ്ടൈസേഷൻ ഈ ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എറർ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നതെന്ന്. അന്നേരം ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് മൈനസ് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് ആണ് ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. അന്നേരം നമ്മൾ ഈ ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് 1 LSB ആയിരിക്കും ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്ന വാല്യൂ എടുക്കുന്നത്. ഇനി അടുത്ത ശ്രദ്ധിക്കുക, നമ്മൾ DNL 0 ഡിഫറൻഷ്യൽ നോൺ ലീനിയാരിറ്റി ഇസ് ഈക്വൽ ടു 0 വരും ഏതിൻ്റെ കേസിൽ, 0-0-0 ട്രാൻസിഷൻ എന്ന് പറയുന്നത്. കാരണം ഈ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 0-0-0 ട്രാൻസിഷനിൽ ഇവിടെ 0.5 ആണ്, ഇവിടെയും എന്താണ് 0.5 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത് 0 ആണ്. രണ്ടും ഏതാണ്ട് ഈ വിഡ്ത്തും ഈ ഒരു പോയിന്റിലും വരുന്ന വാല്യൂ ഏതാണ്ട് ഒരേപോലെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് യൂണിഫോം ആയിട്ടാണ്, എന്ന് വെച്ചാൽ ഇവിടെയും ഈ ഒരു സംഭവം എന്താണ്, യൂണിഫോം ആയിട്ട് വന്നിട്ടുണ്ട്. അതേസമയം നമുക്കിനി അടുത്ത ഓരോന്നിലോട്ട് പോകാം. ഇവിടെ നമുക്ക് യൂണിഫോം ആയിട്ട് കിട്ടി. അതേപോലെ തന്നെയാണ് 100യുടെ കേസിൽ, അതാണ്ടോ 100യുടെ കേസിലും നമുക്ക് കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് യൂണിഫോം വാല്യൂ ആണ്. 1 ആണ് ഇവിടുത്തെ സ്റ്റെപ്പ് വിഡ്ത്ത്. അതേപോലെ നമ്മൾ ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്തും 1 ആണ്. അന്നേരം അവിടെയും DNL എറർ എന്ന് പറയുന്നത് 0 തന്നെ ആയിരിക്കും. ഇനി നമുക്ക് ബാക്കിയുള്ള കേസസ് നോക്കാം. DNL 2 എന്ന് പറയുന്നത് 1.5 LSB മൈനസ് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്താണ് 1 LSB. എല്ലാത്തിലും കുറയ്ക്കുന്നത് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്തായ 1 LSB ആണ് കുറയ്ക്കുന്നത്. കാരണം DNL 2 എന്ന് പറയുന്നത് 1.5 LSB മൈനസ് 1 LSB ഈസ് ഈക്വൽ ടു 0.5 LSB. നമുക്ക് ഈ ഫിഗറിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, DNL 2 എന്ന് പറയുന്നത് DNL 2 എന്ന് പറയുന്നത് നമുക്ക് നോക്ക്, ഇവിടെ എത്രയാ, ഇതിൻ്റെ 2 എന്ന് പറയുന്നത് ഇതല്ലേ, 0-1-0 ആണ് 2 എന്ന് പറയുന്നത്. അന്നേരം നോക്ക്, ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 വന്നിട്ടുണ്ട് അല്ലേ, ഇതല്ലേ 1, ഇത് 1.5 വന്നിട്ടുണ്ട് ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. അന്നേരം ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 1.5 വന്നിട്ടുണ്ട്. അന്നേരം ഈ വിഡ്ത്ത് 1.5ൽ നിന്ന് എന്ത് കുറയ്ക്കുന്നു, 1 കുറയ്ക്കുന്നു. അന്നേരം നമുക്ക് എത്ര കിട്ടും,
0.5 LSB എന്ന് കിട്ടും. ഇനി അതേപോലെ ഇതിനകത്തുനിന്ന് നമുക്ക് DNL3 കണ്ടുപിടിക്കാം. DNL3 എന്ന് പറയുന്നത് നമുക്ക് 0.5 LSB മൈനസ് 1 LSB ഇസ് ഈക്വൽ ടു മൈനസ് 0.5 LSB. ഇങ്ങോട്ട് നോക്ക്, DNL3 എന്ന് പറയുന്നത് 011, ഇതാ ഈ ഒരു വാല്യൂ. അന്നേരം ഇതിൻ്റെ ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? 0.5 ഉള്ളൂ. അന്നേരം ആ 0.5 നിന്ന് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്തായിട്ടുള്ള 1 LSB കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് 0.5 LSB എന്ന് കിട്ടും. ഇനി അടുത്തത് നോക്കൂ, ഒരെണ്ണം കൂടെ പറയാം, ബാക്കിയെല്ലാം അതേപോലെയാണ്. DNL5 എന്ന് പറയുന്നത് മൈനസ് 0.5 LSB നമുക്ക് കിട്ടുന്നതായിട്ട് കാണാം. എങ്ങനെയാണെന്ന് നോക്കാം. DNL5 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? 101 അല്ലേ 5. DNL5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമുക്ക് നോക്കാം. DNL5ന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് 0.5 LSB ആണ് അല്ലേ. അന്നേരം 0.5 LSB മൈനസ് ഐഡിയൽ സ്റ്റെയർ കേസ് വിഡ്ത്ത്. ഐഡിയൽ സ്റ്റെയർ കേസ് വിഡ്ത്ത് എന്ന് പറയുന്ന 1 LSB കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് കിട്ടും? മൈനസ് 0.5 LSB എന്ന് കിട്ടും. അതേപോലെ നമ്മൾ ബാക്കിയുള്ള സ്റ്റെപ്പ് വിഡ്ത്ത് എല്ലാം കണ്ടുപിടിക്കുകയാണ്. DNL6 0.5 LSB കിട്ടും. DNL7 എന്ന് പറയുന്നത് 0 LSB കിട്ടും. 0 LSB എന്ന് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1.5 വന്നാലും എന്താണ്, സിൻസ് ദ ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് ഈസ് 1.5 LSB വൈഡ് അറ്റ് ദിസ് കോഡ് ട്രാൻസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ തീരുന്നത്, ഇത് എൻഡ് ചെയ്യുന്നത്. അന്നേരം അവിടെ എന്തായാലും എറർ എന്ന് പറയുന്നത് അവിടെ വന്ന് സാച്ചുറേറ്റ് ആയിട്ട് നിൽക്കും. അതുകൊണ്ട് അവിടുത്തെ കേസിൽ ഏറ്റവും ഫൈനലായിട്ട് വരുന്നിടത്ത് DNL എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അന്നേരം ഇതിൻ്റെ കേസിൽ നമുക്ക് DNL0യും എന്താണ് 0 കിട്ടി. അതേപോലെ DNL7നും എന്ത് കിട്ടി? 0 കിട്ടി. ാണ് മിസ്സിംഗ് കോഡ്സ് എന്ന് പറയുന്നത്. അന്നേരം ഇതിനകത്ത് ശ്രദ്ധിക്കുക, നമുക്ക് ഇതൊരു ട്രാൻസ്ഫർ കർവാണ്. ഒരു നോൺ ഐഡിയൽ 3-bit DAC വിത്ത് മിസ്സിംഗ് കോഡിനുള്ള ഒരു ട്രാൻസ്ഫർ കർവാണ് കൊടുത്തിരിക്കുന്നത്. അന്നേരം ഇത് മിസ്സിംഗ് കോഡ് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാ വാല്യൂസിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെയർ കേസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെപ്പ് വിഡ്ത്ത് ഉണ്ട്. പക്ഷേ ഇതാ നോക്കേ, ഈ 101 എന്ന് പറയുന്നതിന് മാത്രം എന്തില്ല? സ്റ്റെപ്പ് വിഡ്ത്ത് ഇല്ല. അന്നേരം ഈ 101 എന്ന് പറയുന്നത് എന്തായി പോവും? മിസ്സിംഗ് കോഡായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. സോ ഈ 101ൻ്റെ കേസിലുള്ള DNL വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? DNL വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് മൈനസ് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്താണ്. ഇവിടെ ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് ഉണ്ടോ? DNL 101 അല്ലെങ്കിൽ 5 എന്ന് പറയുന്ന വാല്യൂവിന് ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് ഉണ്ടോ? ഇല്ല. ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എഴുതാം 0. ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്തിൻ്റെ വാല്യൂ എപ്പോഴും എന്താണ്? 1 ആണ്. അന്നേരം 0 മൈനസ് 1. അന്നേരം ഇതിൻ്റെ മിസ്സിംഗ് കോഡ് വരുന്നതിൻ്റെ ഈ ഒരു സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? -1 LSB ആയിരിക്കും സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം 010 എന്ന് പറയുന്നതിൻ്റെ കേസിലുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് എന്താണ്? 2 LSB ആണ്. 010ൽ എന്താണ് സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് 2 LSB ആണ്. അതിൻ്റെ കേസിലുള്ള DNL വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ സ്റ്റെപ്പ് വിഡ്ത്ത് മൈനസ് ഐഡിയൽ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 LSB മൈനസ് 1 എന്ന് വെച്ചാൽ +1 LSB ആണ്. അന്നേരം അതേപോലെ എന്താണ് 011 എന്ന് പറയുന്നതിൻ്റെ കേസിലും എന്താണ് സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് വളരെ കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് +1നെക്കാട്ടിയും കൂടിയിരുന്നാലും LSBയെക്കാട്ടിയും കൂടിയിരുന്നാലും നമുക്ക് എന്ത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല? അവിടെ മിസ്സിംഗ് കോഡ് ഉണ്ടെന്ന് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. പക്ഷേ സ്റ്റെപ്പ് വിഡ്ത്ത് എന്ന് പറയുന്നത് -1 LSB വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം അവിടെ എന്തുണ്ട്? അവിടെ മിസ്സിംഗ് കോഡ് ഉണ്ട് എന്ന് നമുക്ക് പറയാം. ഇതാണ് മിസ്സിംഗ് കോഡിൻ്റെ എക്സ്പ്ലനേഷൻ. അന്നേരം ഇത്രയേ ഉള്ളൂ. മിസ്സിംഗ് കോഡ് എന്ന് പറയുന്നത് ഇവിടെ മിസ്സാവുന്ന കോഡ് ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എററാണ്. ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ നമ്മൾ ഡാക്കിനകത്ത് പഠിച്ചിട്ടുണ്ട്. ഡാക്കിനകത്ത് പഠിച്ച സെയിം തന്നെയാണ് ഇതിൻ്റെ കേസിലും ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. അന്നേരം ഇവിടെ നമ്മൾ ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായിരുന്നു ചെയ്തിരുന്നത്? നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു, 2 എൻ പോയിൻറ്റ്സ് ചേർത്തിട്ട് ഫസ്റ്റും ലാസ്റ്റും കോ ട്രാൻസിഷൻ്റെ ഫസ്റ്റും ലാസ്റ്റും ചേർത്തിട്ട് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുന്നു. അതിനകത്തുനിന്ന് നമ്മുടെ സ്റ്റെയർ കേസ് എന്തുമാത്രം മാറിയിരിക്കുന്നു, അതിൻ്റെ ട്രാൻസിഷൻ എന്തുമാത്രം മാറിയിരിക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ഫിഗറും അതിൻ്റെ എക്സ്പ്ലനേഷനിലോട്ടും കിടക്കാം. അന്നേരം എന്താ നോക്കൂ,
ഈ ഫിഗർ ഇത് ഒരു ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അന്നേരം ഇതിനകത്ത് നമ്മൾ എ എന്ന് പറയുന്നത് ഒരു നോൺ ഐഡിയൽ എ ഡി സിയുടെ നോൺ ഐഡിയൽ എ ഡി സിയുടെ ട്രാൻസ്ഫർ കർവാണ് കൊടുത്തിരിക്കുന്നത്. ഇത് അതിൻ്റെ ക്വാണ്ടൈസേഷൻ എററാണ്. ക്വാണ്ടൈസേഷൻ എറർ എങ്ങനെ വരയ്ക്കാമെന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ക്വാണ്ടൈസേഷൻ എറർ ആ രീതിയിലാണ് ഈ സിഗ്നൽ വരച്ചിരിക്കുന്നത്. ക്വാണ്ടൈസേഷൻ എററും കാൽക്കുലേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ കണ്ടുപിടിക്കാം. ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിഫൈൻ ചെയ്തു എന്താ, ഈ ഐഡിയലിൽ നിന്ന് എന്തുമാത്രം മാറി നിൽക്കുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി എറർ എന്ന് പറയുന്നത്. അന്നേരം എന്താ നോക്കേ, ഇവിടെ ഐഡിയലിൽ തന്നെയാണല്ലേ ആദ്യത്തെ ഒരു പോയിൻറ്റിൽ 001ൽ ഐഡിയലിൽ തന്നെയാണ് അല്ലേ. അന്നേരം അവിടെ 0 ആയിരിക്കും ഇൻ്റഗ്രൽ നോൺ ലീനിയാരിറ്റി. 010യിലും ആ പോയിൻറ്റിൽ തന്നെയാണ് ഈ സ്റ്റെയർ കേസിൻ്റെ ഈ വാല്യൂ വയ്ക്കുന്നത്. അന്നേരം അവിടെയും എന്തായിരിക്കും 0 ആയിരിക്കും. ഇനി അടുത്ത നോക്ക്, 011 എന്ന് വെച്ചാൽ വാല്യൂ 3 വരുമ്പോൾ INL 3 എന്ന് പറയുന്നത് വരുമ്പോൾ ഇതാ നോക്ക്, ഇവിടെയായിരുന്നു വരേണ്ടത്, ഇത്രയും മാറി നിൽക്കുകയാണ്. അന്നേരം നമുക്ക് അതിൻ്റെ ഡിഫറൻസ് എടുക്കാം. അന്നേരം ഇവിടെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരുന്നു, 3/8 ആയിരുന്നു ഐഡിയൽ കേസിൽ വരേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ ഈ വരച്ചിരിക്കുന്ന ട്രാൻസിഷൻ എന്ന് പറയുന്നത് കുറച്ച് മാറി നിൽക്കുകയാണ്. അന്നേരം ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമുക്ക് INL 3 ഇത് വെച്ച് കണ്ടുപിടിക്കാം. 3/8 മൈനസ് 5/16 ഈ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഏതാണ്ട് 5/16 ആയിരിക്കും ഈ വാല്യൂ. അന്നേരം നമുക്ക് INL 3 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, 3/8 മൈനസ് 5/16 എന്ന് എഴുതാം. അന്നേരം വിച്ച് ഇസ് ഈക്വൽ ടു 1/16 എന്നെടുക്കാം. ഇതിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിച്ചു. 1/16 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര LSB ആണ്, 1/8 എന്ന് പറയുന്നതാണ് 1/8 എന്ന് പറയുന്നതാണ് ഒരു LSB എന്ന് പറയുന്നത്. അന്നേരം 1/16 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് LSB അല്ലെങ്കിൽ 0.5 LSB ആണ്. അന്നേരം ഇതിൻ്റെ കേസിൽ വരുമ്പോഴത്തേക്കും INL 3യുടെ കേസിൽ വരുമ്പോഴത്തേക്കും എത്രയാണ്, ഹാഫ് LSB വന്നു അല്ലെങ്കിൽ 0.5 LSB വന്നു. ഇനി 4ൻ്റെ കേസിൽ INL എറർ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. 5ൻ്റെ കേസിലും INL എറർ എന്ന് പറയുന്നത് 0 ആണ്. 6ൻ്റെ കേസിൽ വരുമ്പോൾ ഇതിനകത്തുനിന്ന് ഇത് ഐഡിയൽ വാല്യൂ എന്ന് പറയുന്നത് ഈ നമ്മൾ എൻ പോയിൻറ്റ്സ് വെച്ച് വരച്ച് ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മാറിയിട്ടുണ്ട്. അന്നേരം ഇവിടെയും അതേപോലെ നമ്മൾ കണ്ടുപിടിക്കണം. അതേപോലെ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -0.5 എന്ന് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ INL എറർ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അടുത്തൊരു ADCയുടെ ഒരു സ്പെസിഫിക്കേഷനാണ് ഓഫ്സെറ്റ് ആൻഡ് ഗെയിൻ എറർ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ ഡാക്കിൻ്റെ കേസിൽ ഡിസ്കസ് ചെയ്ത സെയിം തന്നെയാണ് ഓഫ്സെറ്റ് ആൻഡ് ഗെയിൻ എറർ എന്ന് പറയുന്നത്. അന്നേരം ഈ ഓഫ്സെറ്റ് എറർ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് നോക്കാം. വെൻ ദെയർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂ ഓഫ് ഫസ്റ്റ് കോഡ് ട്രാൻസിഷൻ ആൻഡ് ഐഡിയൽ വാല്യൂ ഓഫ് ഹാഫ് LSB. അന്നേരം ഇവിടെ ഫസ്റ്റ് കോഡ് ട്രാൻസിഷൻ്റെയും ഐഡിയൽ വാല്യൂ ഓഫ് ഹാഫ് LSBയുടെയും ഒരു ഡിഫറൻസ് ഉണ്ടാവുകയാണെങ്കിൽ അപ്പോഴാണ് നമുക്കൊരു ഓഫ്സെറ്റ് എറർ ഉണ്ടാകുന്നതെന്ന് കാണാം. അന്നേരം എന്താ നോക്കേ, ഈ ഓഫ്സെറ്റ് എറർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ഈ ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ എന്താണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെയായിരിക്കും നിൽക്കുന്നത്. അന്നേരം എന്താ നോക്ക്, ഈ ഫിഗറാണ് ഓഫ്സെറ്റ് എററിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ക്യാരയാണ് ഈ കൊടുത്തിരിക്കുന്നത്. അന്നേരം എന്താ നോക്ക്, ഐഡിയൽ കേസിൽ ഉള്ള ഫിഗറാണ് ഈ വന്നിരിക്കുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഐഡിയൽ കേസിലുള്ള ട്രാൻസ്ഫർ കർവ്. അന്നേരം എന്തെങ്കിലും ഓഫ്സെറ്റ് വോൾട്ടേജോ വല്ലതും ഉണ്ടെങ്കിൽ ഈ കർവ് മൊത്തത്തിൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഈ സെയിം കർവ് തന്നെയാണ് ഈ ഒരു ഓഫ്സെറ്റ് വോൾട്ടേജ് എന്ന് വെച്ചാൽ ഇത്രയും ഒരു വ്യത്യാസത്തിലോട്ട് ഇങ്ങോട്ട് മൊത്തത്തിൽ ഈ കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അന്നേരം നോക്കേ, ഓഫ്സെറ്റ് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറയുന്നത് ഈ ഓഫ്സെറ്റ് വോൾട്ടേജ് കഴിഞ്ഞാൽ പിന്നെ എന്തായിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞത്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുമെന്നാണ് പറഞ്ഞത്. അന്നേരം നോക്ക്, ഈ ഒരു 2/8 വരെ ഓഫ്സെറ്റ് വോൾട്ടേജ് ഇങ്ങനെ വേരി ചെയ്യും. ഈ 2/8 കഴിഞ്ഞാൽ പിന്നെ ഓഫ്സെറ്റ് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കുന്നതായിട്ട് കാണാം. ക്ലിയർ ആയല്ലോ? അന്നേരം ഈ 0യിൽ നിന്ന് ഈ ഒരു പോയിൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ ഈ 2/8 കഴിഞ്ഞിട്ടുള്ള ഈ ഒരു പോയിൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഈ ലെവല് മൊത്തത്തിൽ 0യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട മൊത്തത്തിൽ മേളിലോട്ടുള്ള ഷിഫ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈ ഓഫ്സെറ്റ് വോൾട്ടേജിൻ്റെ പ്രസൻസാണ്. ഇനി അടുത്ത നമുക്ക് ഗെയിൻ എറർ എന്താണെന്ന് നോക്കാം. ഗെയിൻ എറർ അല്ലെങ്കിൽ അതിന് പറയുന്ന വേറൊരു പേരാണ് സ്കെയിൽ ഫാക്ടർ എറർ. അത്
is the difference in slope of straight line drawn through transfer characteristics and slope 1 of an ideal ADC. എന്ന് വെച്ചാൽ ഒരു ഐഡിയൽ എ ഡി സിയുടെ സ്ലോപ്പിൽ നിന്ന് നമ്മുടെ ആക്ച്വൽ എ ഡി സിയുടെ സ്ലോപ്പിൻ്റെ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഗെയിൻ എറർ എന്ന് പറയുന്നത്. അന്നേരം എന്താ നോക്ക്, ഇത് ഒരു ഐഡിയൽ എ ഡി സിയുടെ സ്ലോപ്പാണ് ഈ ആദ്യം കൊടുത്തിരിക്കുന്നത്, ഇതൊരു ആക്ച്വൽ എ ഡി സിയുടെ സ്ലോപ്പാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ലോപ്പ് എറർ എന്ന് പറയുന്നത്, ഗെയിൻ എറർ എന്ന് പറയുന്നത്. അന്നേരം ഗെയിൻ എററിന് പറയുന്ന മറ്റൊരു പേരാണ് സ്കെയിൽ ഫാക്ടർ. അന്നേരം ഈ ഗെയിൻ എറർ എന്ന് പറയുന്നത് നോക്കേ, ഇങ്ങനെ അങ്ങോട്ട് പോകും തോറും ഗെയിൻ എറർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഗെയിൻ എറർ ഇൻക്രീസ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അന്നേരം അടുത്തത് നമുക്ക് ഏലിയാസിങ് എഫക്റ്റ് നോക്കാം. ADC അനലോഗ് ടു ഡിജിറ്റൽ കൺവെർഷൻ നടക്കുമ്പോൾ നടക്കുന്ന പ്രോസസ്സുകളാണ് സാമ്പിളിംഗ്, ക്വാണ്ടൈസേഷൻ എന്നൊക്കെ ഉള്ളത്. അത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതിൻ്റെ ലാസ്റ്റിലാണ് എൻകോഡിംഗ് പ്രോസസ്സ് നടന്ന് നമുക്ക് ഡിജിറ്റൽ കോഡായിട്ട് കൺവെർട്ട് ചെയ്ത് നമുക്ക് കിട്ടുന്നത്. അന്നേരം ഏലിയാസിങ് എഫക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സാമ്പിളിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അന്നേരം ഒരു സിഗ്നൽ സാമ്പിൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രൈറ്റീരിയൻ ഉണ്ട്. ആ ക്രൈറ്റീരിയന് പറയുന്ന പേരാണ് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ. നൈക്വിസ്റ്റ് ക്രൈറ്റീരിയൻ എന്താണ്? നമ്മളെ സാമ്പിളിംഗ് ഫ്രീക്വൻസി എപ്പോഴും എന്തിനെക്കാട്ടിയും കൂടിയിരിക്കണം, 2 times മെസ്സേജ് ഫ്രീക്വൻസിയെക്കാട്ടിയും കൂടിയിരിക്കണം. എന്ന് വെച്ചാൽ FS ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2FM. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് നടക്കൂ, സാമ്പിളിങ് നടക്കൂ. അങ്ങനെ സാമ്പിൾ ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് സിഗ്നൽ റീകൺസ്ട്രക്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂ. അന്നേരം ഇപ്പോൾ മെസ്സേജസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മെസ്സേജ് ഫ്രീക്വൻസിയെക്കാട്ടിയും കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ആ ഒരു എഫക്റ്റിനെയാണ് നമ്മളെന്തെന്ന് പറയുന്നത്, ഏലിയാസിങ് എന്ന് പറയുന്നത്. അന്നേരം ആ ഏലിയാസിങ് വരാനുള്ള റീസൺ എന്ന് പറയുന്നത് എന്താണ്, FS ലെസ് ദാൻ 2FM ആണ് ഏലിയാസിങ്ങിൻ്റെ എഫക്റ്റ് വരാനുള്ള ആ ഒരു കാരണം. അന്നേരം എന്താ നോക്കേ, ദ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി സിഗ്നൽ is an alias of original signal and its frequency can be calculated using. അന്നേരം ഏലിയാസ്ഡ് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് F alias is equal to F actual plus F sample. അതിനകത്ത് F actual എന്ന് പറയുന്നത് അനലോഗ് സിഗ്നലാണ്, സാമ്പിൾ എന്ന് പറയുന്നത് സാമ്പിളിംഗ് ഫ്രീക്വൻസിയാണ്, F alias എന്ന് പറയുന്നത് ഏരിയ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. ഇനി ഈ ഫിഗർ നോക്കാം. ഇത് ഈ കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫിഗറിൽ ഏലിയാസിങ്, അണ്ടർ സാമ്പിളിംഗ് മൂലം ഏലിയാസിങ് വരുന്നതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അന്നേരം നമ്മളിതാ നോക്കി, ഇത് നമ്മളുടെ ആക്ച്വൽ സിഗ്നൽ അല്ലേ, ഈ പോയേക്കുന്നത് ആക്ച്വൽ സിഗ്നൽ. അന്നേരം ഇതിനകത്ത് നമ്മൾ എടുക്കുന്ന സാമ്പിൾ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്, ഈ ഒരു പോയിൻറ്റ്, ഇത്രയുമാണ് നമ്മൾ എടുക്കുന്ന സാമ്പിൾ പോയിൻറ്റ്. അന്നേരം ഈ സാമ്പിൾ പോയിൻറ്റിനെ ചേർത്ത് നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു സിഗ്നൽ കിട്ടും. കണ്ടോ? അന്നേരം നോക്കേ, ഇത് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഏതിനെക്കാട്ടിയും കുറവാണ്, ആക്ച്വൽ സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയെക്കാട്ടിയും കുറവാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആക്ച്വൽ ഫ്രീക്വൻസിയെക്കാട്ടിയും കുറഞ്ഞു വരികയാണെങ്കിൽ അവിടെ എന്ത് നടക്കും, ഏലിയാസിങ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി അടക്കം. ഏലിയാസിങ് കണ്ടുപിടിക്കാനുള്ള ആ ഇക്വേഷൻ എന്ന് പറയുന്നത് F alias is equal to F actual plus K into F sample. മറ്റേതിനകത്ത് K വന്നിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. കെയും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ടേക്കുക. അന്നേരം ആ K എന്ന് പറയുന്നത് K is equal to -2, -1, 0, 1, 2, 3 etc. അതാണ് കെയുടെ വാല്യൂ. എന്ന് വെച്ചാൽ എത്ര −∞ to +∞ വരെ ഏത് വാല്യൂ വേണമെങ്കിലും കെയ്ക്ക് ആകാം. അന്നേരം എന്താ നോക്ക്, ഇതിനകത്തുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഫ്രീക്വൻസി ഈ എടുത്തിരിക്കുന്ന നമ്മൾ സാമ്പിൾ എടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് നല്ല അകലം വെച്ചാണ് എടുക്കുന്നത്. അന്നേരം നമുക്ക് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുമ്പോൾ ഈ സിഗ്നൽ കിട്ടണമെന്നില്ല. ആ ഒരു പ്രോബ്ലത്തിനെയാണ് നമ്മളെന്ന് പറയുന്നത് ഏലിയാസിങ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ഈ ഫിഗർ നോക്കാം. ഇത് നമ്മൾ ടൈം ഡൊമൈനിലും ഫ്രീക്വൻസി ഡൊമൈനിലും സിഗ്നലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ അനലോഗ് സിഗ്നലാണ്. കണ്ടോ, അനലോഗ് സിഗ്നൽ. ഇതതിൻ്റെ ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെൻറ്റേഷൻ. എന്ന് വെച്ചാൽ ഫ്രീക്വൻസി ഡൊമൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒമേഗയുടെ ടേംസിൽ പറയണം, ഒമേഗ ഫ്രീക്വൻസിയാണ്. ടൈം ഡൊമൈൻ എന്ന് വെച്ചാൽ f(t). ഇത് ഈ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ നമ്മൾ ടൈം ഡൊമൈനിലുള്ളതിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം, ഫൊറിയർ ട്രാൻസ്ഫോം. അതെല്ലാം നമ്മൾ ടൈം ഡൊമൈനിലുള്ളതിനെ ഫ്രീക്വൻസി ഡൊമൈനിലോട്ട് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സാണ്. അന്നേരം ഈ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ
ഇത് ഫ്രീക്വൻസി ഡൊമൈൻ. അന്നേരം നമ്മൾ സാമ്പിളിങ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈം ഡൊമൈനിലുള്ള സിഗ്നലിനെ ഒരു സാമ്പിളിംഗ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു പൾസ് ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് സാമ്പിൾഡ് സിഗ്നൽ നമുക്ക് കിട്ടുന്നത്. അന്നേരം ഇതിനെ ഒരു യൂണിഫോം പൾസ് ട്രെയിൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അന്നേരം സാമ്പിൾഡ് സിഗ്നൽ കിട്ടുന്നു. ഇത് അതിൻ്റെ കറസ്പോണ്ടിങ് ഫ്രീക്വൻസി ഡൊമൈനിലുള്ള റെപ്രസെൻറ്റേഷനാണ്. ഇനി ഈ ഫ്രീക്വൻസി വാല്യൂ എന്ന് പറയുന്നത് കുറയുകയാണെങ്കിൽ, സാമ്പിളിംഗ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് മറ്റേനെക്കാട്ടിയും കുറയുകയാണെങ്കിൽ സിഗ്നൽ എന്ന് പറയുന്നതിന് എന്ത് സംഭവിക്കും? ഏലിയാസിങ് സംഭവിക്കും. കണ്ടോ, ഇത്രയും ഭാഗത്തെ സിഗ്നൽ എന്തായി പോവും? ലോസ് ആയി പോകും. അന്നേരം നമുക്ക് സിഗ്നൽ തിരിച്ച് റീകൺസ്ട്രക്റ്റ് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അന്നേരം ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഏലിയാസിങ് എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് നമുക്ക് നമുക്ക് ഈ ടൈം ഡൊമൈനിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അതൊക്കെ ഇതിൻ്റെ ഫൊറിയർ ട്രാൻസ്ഫോമിൻ്റെയും അതേപോലെ ഇസഡ് ട്രാൻസ്ഫോമിൻ്റെയൊക്കെ പ്രോപ്പർട്ടി ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ടൈം ഡൊമൈനിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഈക്വലൻ്റ് ടു കൺവല്യൂഷൻ ഇൻ ഫ്രീക്വൻസി ഡൊമൈൻ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതേപോലെ ഏലിയാസിങ് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഏലിയാസിങ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ ബോത്ത് സാമ്പിളിംഗ് അറ്റ് ഹൈ ഫ്രീക്വൻസി and by filtering analog signal before sampling and removing any frequency that are greater than 1/2. അന്നേരം ഈ ഒരു ഏലിയാസിങ് പ്രോബ്ലം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ ഫ്രീക്വൻസിയിൽ നമ്മൾ സാമ്പിൾ ചെയ്യുന്നു. ഹൈ ഫ്രീക്വൻസിയിൽ സാമ്പിൾ ചെയ്തതിന് ശേഷം നമുക്ക് എന്തങ്ങ് റിമൂവ് ചെയ്യാം? അതിനെ ഫിൽട്ടർ ചെയ്ത് അനലോഗ് സിഗ്നലിനെ ഫിൽട്ടർ ചെയ്യുന്നു. അതിനകത്തുള്ള ഏതെങ്കിലും റിമൂവിങ് എനി ഫ്രീക്വൻസി ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 1/2. 1/2-നെക്കാട്ടിയും കൂടുതലായിട്ട് വരുന്ന ഏത് ഫ്രീക്വൻസി ഉണ്ടെങ്കിലും അതിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏലിയാസിങ് പ്രോപ്പർട്ടി നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതേപോലെ വൺ കുഡ് ഓൾസോ യൂസ് ഫിൽറ്റർ ദ സിഗ്നൽ പോസ്റ്റ് സാമ്പിളിംഗ് ആൻഡ് എലിമിനേറ്റ് ഫ്രീക്വൻസി ഫോർ വിച്ച് ഓവർലാപ്പ് കേസ്. അങ്ങനെ പോസ്റ്റ് സാമ്പിളിംഗ് എന്ന് പറയുന്ന പോസ്റ്റ് സാമ്പിളിങ്ങിൽ ഒരു ഫിൽറ്റർ യൂസ് ചെയ്ത് നമുക്ക് ഈ ഓവർലാപ്പിംഗ് പ്രോബ്ലം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്ത ഒരു ADCയുടെ ഒരു പ്രോപ്പർട്ടിയാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. മറ്റേടത്ത് നമ്മൾ പഠിച്ചു സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത് സിഗ്നൽ പവറിൻ്റെയും നോയിസ് പവറിൻ്റെയും കൂടെ റേഷ്യോനെയാണ് നമ്മൾ സിഗ്നൽ ടു നോയിസ് റേഷ്യോ എന്ന് പറയുന്നത്. സിഗ്നൽ ടു നോയിസ് റേഷ്യോ റെപ്രസെൻറ്റ്സ് ദ വാല്യൂ ഓഫ് RMS ഇൻപുട്ട് സിഗ്നൽ ഇൻ ടു ദ കൺവെർട്ടർ ഓവർ ദ RMS വാല്യൂ ഓഫ് നോയിസ്. അതാണ് 20 log Vin ഡിവൈഡഡ് ബൈ വി നോയിസ് എന്ന് പറയുന്നതാണ് സിഗ്നൽ ടു നോയിസ് റേഷ്യോ. ഇനി ഈ Vinൻ്റെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് Vin മാക്സിമം ഇസ് ഈക്വൽ ടു V റെഫറൻസ് ഡിവൈഡഡ് ബൈ 2√2. ഇനി ഇതിനകത്ത് V റെഫറൻസിന് പകരം 2⁻n VLSB എന്ന് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇനി അങ്ങനെ ഉണ്ടാകുന്ന ക്വാണ്ടൈസേഷൻ എറർ ദ വാല്യൂ ഓഫ് നോയിസ് ദാറ്റ് വിൽ ലീഡ് ടു RMS വാല്യൂ ഓഫ് എറർ സിഗ്നൽ called quantization error. ആ ക്വാണ്ടൈസേഷൻ എററിന് ഉള്ള ഇക്വേഷനാണ് ക്വാണ്ടൈസേഷൻ എറർ ഓഫ് RMS എന്നുള്ള ഇക്വേഷനാണ് 1/VLSB ഇൻറ്റു ഇൻറ്റഗ്രൽ -0.5 VLSB ടു 0.5 VLSB ഇൻറ്റു VLSB ദ ഹോൾ സ്ക്വയർ ഇൻറ്റു DVLSB എന്ന് പറയുന്നത്. നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് VLSB ഡിവൈഡഡ് ബൈ √12 എന്ന് കിട്ടും. സിഗ്നൽ ടു നോയിസ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്നൽ ടു നോയിസ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2⁻n VLSB Vinന് പകരം ഇത് കൊടുക്കാം 2⁻n VLSB ഡിവൈഡഡ് ബൈ 2√2 ഹോൾ ഡിവൈഡഡ് ബൈ ഈ നോയിസ് ക്വാണ്ടൈസേഷൻ നോയിസ്. അന്നേരം നമുക്ക് എങ്ങനെ എഴുതാം? 2⁻n VLSB ഡിവൈഡഡ് ബൈ 2√2 ഹോൾ ഡിവൈഡഡ് ബൈ ക്വാണ്ടൈസേഷൻ എറർ ഇൻറ്റു ക്വാണ്ടൈസേഷൻ എറർ ഓഫ് RMS. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ് അപ്പറേച്ചർ എറർ. അപ്പറേച്ചർ എറർ എന്ന് പറയുന്നത് ദ മാക്സിമം സാമ്പിളിംഗ് എറർ അസോസിയേറ്റഡ് വിത്ത് അപ്പറേച്ചർ uncertainty can be no larger than 1/2 LSB. 1/2 LSB-യെക്കാട്ടി the maximum sampling error associated with aperture uncertainty. അപ്പറേച്ചർ അൺസർട്ടനിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്ന മാക്സിമം സാമ്പിളിംഗ് എറർ തന്നെയാണ് നമ്മൾ പറയുന്നത് അപ്പറേച്ചർ എറർ എന്ന് പറയുന്നത്. അത് ക്യാൻ ബി നോ ലാർജർ ദാൻ ഹാഫ് LSB. ഹാഫ് LSB-യെക്കാട്ടി കൂടാനും പാടില്ല.